കടുത്ത വേനലാണ് സംസ്ഥാനത്തെങ്ങും. എറണാകുളത്ത് ടാങ്കറിൽ വിതരണം ചെയ്യുന്ന കുടിവെള്ളത്തിന്റെ വില വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. നേരത്തെയുണ്ടായതിനേക്കാൾ 45% മുതൽ 50% വരെയാണ് വില വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഇതിനെതിരെ നടപടിയുമായി മുന്നോട്ടു പോകാനാണ് കൺസോർഷ്യം ഓഫ് ഫ്ളാറ്റ് ആൻഡ് വില്ല ഓണേഴ്സ് അസോസിയേഷന്റെ തീരുമാനം. വേനൽക്കാലത്ത് എറണാകുളം ജില്ലയെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് കുടിവെള്ള പ്രശ്നമാണ്. ജില്ലയുടെ പല പ്രദേശങ്ങളിലും ജല അതോറിറ്റിയുടെ ശുദ്ധജലം കിട്ടാത്ത സ്ഥിതിയാണ്. ഈ സാഹചര്യത്തിൽ ടാങ്കറിലെത്തുന്ന കുടിവെള്ളത്തെയാണ് പലരും ആശ്രയിക്കുന്നത്. അതിനാൽ തന്നെ നിരക്ക് വർധനയിൽ വ്യാപക പ്രതിഷേധമാണ് ഉയർന്നുവരുന്നത്. ഏറ്റവും കൂടുതൽ പ്രശ്നം അനുഭവിക്കുന്നത് ഈ ഫ്ളാറ്റുകളും വില്ലകളുടെയും കോംപ്ലക്സുകളാണ്. അവർ ഏകദേശം ഒരു സമ്മർ സീസൺ ആകുമ്പോഴത്തേക്കിന് അവരവരുടെ വെള്ളത്തിന്റെ ലഭ്യത കുറഞ്ഞിട്ട് ഈ ടാങ്കർ ലോറികളെ ആശ്രയിക്കുന്നു. ഈ ടാങ്കർ ലോറികളുടെ ആശ്രയം കൂടി അതിന് 2022 ആയപ്പോഴത്തേന് ഏകദേശം ഒരു വർഷം ഒരു സീസണിൽ ഒരു 60 തൊട്ട് 70 കോടി രൂപ വരെയാണ് ഈ ടാങ്കർ ലോറി പർച്ചേസിന് വേണ്ടി എറണാകുളത്തെ താമസക്കാർ മുടക്കുന്നത്. ഇതിന്റെ അടിസ്ഥാന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എറണാകുളത്ത് KWA ആവശ്യത്തിന് വെള്ളം തരുന്നില്ല ഫ്ളാറ്റുകളിൽ. പ്രശ്നത്തിന് ശാശ്വത പരിഹാരം വേണമെന്നാണ് അസോസിയേഷൻ ആവശ്യം. ഏതൊക്കെ രീതിയിൽ പരിഹരിക്കാമെന്നും അസോസിയേഷൻ തന്നെ വ്യക്തമാക്കുന്നു. ഈ ടാങ്കർ വാട്ടർ ഡിപ്പെൻഡൻസിയൊക്കെ മാറി തീർച്ചയായിട്ടും നമ്മളുടെ KWA തന്നെ വെള്ളം ത്രൂ പൈപ്പ് സപ്ലൈ ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വന്നാൽ മാത്രമേ ഈ ഒരു റിലീഫ് വരത്തുള്ളൂ. ഇതിനകത്തൊരു പെർമനന്റ് സൊല്യൂഷൻ വന്നില്ലെങ്കിൽ പൊതുജനം ഒത്തിരി ബുദ്ധിമുട്ടും. എനിക്ക് ലാസ്റ്റ് പറയാനുള്ളത്, ഏതൊരു വ്യക്തിയുടെയും ഒരു മൗലിക അവകാശമാണ് ശുദ്ധ ജലം എന്ന് പറയുന്നത്. അപ്പോൾ അത് സർക്കാർ തീർച്ചയായിട്ടും പ്രൊവൈഡ് ചെയ്യുന്നുള്ളതാണ് ഒരാവശ്യം. 2019-2020 കാലഘട്ടത്തിൽ ടാങ്കർ വെള്ളത്തിന് നിരക്ക് വർദ്ധിച്ചപ്പോൾ ജില്ലാ ഭരണകൂടം ഫലപ്രദമായി ഇടപെട്ടിരുന്നു. വില വർധനവ് പിൻവലിച്ച് പ്രായോഗിക നടപടികൾ അധികൃതർ സ്വീകരിക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. അൻമരിയ സനി, 24, കൊച്ചി.